നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പാലക്കാട് മാറുമോ അതോ വീണ്ടും അതേ കഥയോ? പാലക്കാട് ഒരിക്കൽ UDF-ന്റെയും LDF-ന്റെയും പരമ്പരാഗത പോരങ്കണമായിരുന്ന ഈ മണ്ഡലം ഇന്ന് കേരള രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലകളിൽ ഒന്ന്. BJP പറയുന്നു ഇതാണ് ഞങ്ങളുടെ ബ്രേക്ക് ത്രൂ സീറ്റ്. UDF ചോദിക്കുന്നു വോട്ടുകൾ വിഭജിച്ച് ആരെ സഹായിക്കുന്നു? LDF തിരിച്ചടിക്കുന്നു അടിത്തറ ഞങ്ങളുടേതാണ്, ആരും തകർക്കില്ല. എന്നാൽ യഥാർത്ഥ ചോദ്യം വോട്ടർ എന്താണ് ചിന്തിക്കുന്നത്? വികസനമോ മതരാഷ്ട്രീയ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഭരണത്തിനെതിരായ അസന്തോഷമോ? ഒരു വശത്ത് BJP-യുടെ ശക്തമായ കുതിപ്പ്, മറുവശത്ത് കോൺഗ്രസിന്റെ പിടിമുറുക്കാനുള്ള പോരാട്ടം. അതിനിടയിൽ CPM അടിത്തറ നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പാലക്കാട് മണ്ഡലത്തിൽ സംശയം. പാലക്കാട് ഇത്തവണ ഫലം മാത്രമല്ല ട്രെൻഡ് തന്നെ തീരുമാനിക്കപ്പെടും. പാലക്കാട് മാറി ചിന്തിക്കുമോ അതോ രാഷ്ട്രീയ സമവാക്യം അതേപടി തുടരുമോ? ഡീൽ എന്ന തെരഞ്ഞെടുപ്പ് അജണ്ട ഉയർന്നു വന്ന മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ താമര വിരിയിക്കുമോ? രാഷ്ട്രീയത്തിൽ പയറ്റിയിട്ടില്ലെങ്കിലും കന്നിപ്പോരാട്ടത്തിൽ UDF-ന്റെ നിലവിലെ കോട്ട നിലനിർത്തുമോ രമേശ് പിഷാരടി? പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താത്ത CPM തന്ത്രം അടിസ്ഥാന വോട്ടുകൾ ഭിന്നിപ്പിക്കുമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പാലക്കാട് മണ്ഡലം ഓരോ ദിവസവും ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ തടഞ്ഞതുവരെയുള്ള വിവാദങ്ങളും മണ്ഡലത്തിൽ ഉയർന്നു കഴിഞ്ഞു. താമര വിരിയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ശോഭാ സുരേന്ദ്രൻ പ്രകടിപ്പിക്കുന്നത്. നേരത്തെ മത്സരിച്ചപ്പോൾ നേടിയ 40,000 വോട്ടുകളുടെ പിൻബലം ശോഭാ സുരേന്ദ്രനുണ്ട്. അതേസമയം കഴിഞ്ഞ തവണ എക്കാലത്തെയും മികച്ച ഭൂരിപക്ഷത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മണ്ഡലം നിലനിർത്തുവാൻ കഴിഞ്ഞതാണ് UDF-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ വോട്ടുകൾ കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ത്രികോണ മത്സരം എന്ന പ്രതീതി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ LDF എന്ന ചോദ്യവും പാലക്കാട് മണ്ഡലത്തിൽ ഉണ്ട്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ശ്രീത് പണിക്കർ, ശ്രീ MS വേണുഗോപാൽ എന്നിവർ പാലക്കാട് മണ്ഡലത്തിലെ സാധ്യതകൾ വിലയിരുത്തുകയാണ്. ശ്രീ MS വേണുഗോപാൽ, താങ്കൾ കാണുന്ന സാധ്യത എന്താണ്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട മണ്ഡലമാണ് പാലക്കാട്. പക്ഷേ അവിടെ ഒന്നും സംഭവിച്ചില്ല. UDF അവിടെ ഭൂരിപക്ഷം കൂട്ടുകയാണ് ചെയ്തത്. സമാനമായ കാര്യമായിരിക്കുമോ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഈ സമയത്ത് പാലക്കാട് സംഭവിക്കുക? അതോ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പോലെ അവിടെ താമര വിരിയിക്കാൻ കഴിയുമോ? ശോഭാ സുരേന്ദ്രൻ എന്ന കാൻഡിഡേറ്റിൻ്റെ ഒരു പ്രത്യേകത, അവരെവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ 10,000ങ്ങളുടെ വോട്ടുകൾ അധികം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇതുതന്നെയാണ് അവരുടെ പ്ലസ് പോയിൻറ്റും പലപ്പോഴും അവർക്ക് മൈനസ് പോയിൻ്റായിട്ടും വരുന്നത് ഇതുതന്നെയാണ്. കാരണം വിതിൻ ദ ഹൗസ് എന്നതിന് ഉപരി പുറമേയും അവർക്ക് പല പാരകൾ സംഭവിക്കുന്നത് ഈ ഒറ്റ കാരണം കൊണ്ടാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന ഒരു താമര കേരള അസംബ്ലിയിൽ വിരിഞ്ഞാൽ 10 താമര വിരിയുന്നതിന് തുല്യമാണെന്നുള്ളതാണ് പൊതുവെയുള്ള കണക്കാക്കൽ. അത് പാർട്ടിക്കകത്തും പുറത്തും അത് തന്നെയാണുള്ളത്. അതവർ അവരുടെ പ്രകടനം കൊണ്ട് എല്ലായിടത്തും കാണിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും 9 തവണയും 10 തവണയാണ് അവരിപ്പോൾ മത്സരിക്കുന്നത്. അതിൽ 9 തവണയും അവർ പൂർണ്ണമായും മറ്റുള്ള സ്ഥലങ്ങളിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാലക്കാടാണെങ്കിൽ 22,000 2016 അവർ മത്സരിക്കുമ്പോൾ 22,000 മാത്രമായിരുന്ന വോട്ട് അവർ 40,076 ഉയർത്തി. 18,000-ലധികം വോട്ട് ഉയർത്തി. അത് കഴിഞ്ഞ് 2021 മെട്രോൺ മാനിനെ പോലുള്ള ഒരു വ്യക്തിത്വം വന്നിട്ട് പോലും 10,000 വോട്ട് കൂടെ മാത്രമേ അദ്ദേഹത്തിന് കൂട്ടാൻ കഴിഞ്ഞുള്ളൂ. 50,000 ആക്കി. അപ്പോൾ അദ്ദേഹം 3,900 പരം വോട്ടിന് പരാജയപ്പെടുകയാണ് ഷാഫി പറമ്പിലിനോട് ചെയ്തത്. ഇത്തവണ പക്ഷേ 60,000-നടുത്ത് വോട്ടുകൾ വേണ്ടിവരും. കാരണം 1,74,000 അവിടുത്തെ ആകെ വോട്ടർമാർ. ഒരു 1,40,000-നും 1,50,000 പോളിംഗ് രേഖപ്പെടുത്തുമെന്ന് കരുതാം. അങ്ങനെ വരുമ്പോഴും ഒരു 60,000-നടുത്ത് വോട്ടുകൾ വേണം. ഒരു 55,000-നും 60,000-നും ഇടയ്ക്ക് വോട്ട് വേണ്ടിവരും. ശോഭാ സുരേന്ദ്രൻ 2016 22,000 40,000 ആക്കിയപ്പോൾ 18,000 വോട്ട് അധികം പിടിച്ചതുപോലെ ഇത്തവണയും ഒരു 18,000-ഓ 20,000-ഓ വോട്ട് അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നൊരു സത്യം അവിടെ നിലനിൽപ്പുണ്ട്. ഇതിന് പരമാവധി അല്ലായിരുന്നു 50,000 വോട്ടുകൾ. അത് കഴിഞ്ഞ് 2021 ശേഷം അധികം വോട്ടർമാർ അവിടെ ആയിട്ട് അത്രമാത്രം ഉയർച്ച ഉണ്ടായിട്ടില്ല വോട്ടർമാരുടെ. 50,000 എന്ന് ഈ ശ്രീധരൻ 2021 നേടിയത് അത് BJP-യുടെ ഒരു പരമാവധി വോട്ട് എന്ന രീതിയിലാണല്ലോ വിലയിരുത്തപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നത്, ഒന്ന് NMR റസാക്കിനെ CPM സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുള്ളതാണ്. അപ്പോൾ മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ട്
CPM-ൻ്റേത് പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലുള്ള വോട്ട് ഒരു പക്ഷേ ശോഭാ സുരേന്ദ്രന് തൻ്റെ വ്യക്തിത്വം കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു 4 തവണയായിട്ട് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഹിന്ദു സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെ തോൽപ്പിക്കുക അല്ലെങ്കിൽ BJP സ്ഥാനാർത്ഥികൾ വന്നാൽ അവരെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാകുന്നതിന് എഗൻസ്റ്റായിട്ട് ഒരു വർക്ക് താഴത്തെ തട്ടിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിയുന്നത്. അത് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയിച്ചു വരാൻ അങ്ങനെ കഴിയുകയുള്ളൂ. അത്തരത്തിൽ ഒരു നീക്കവും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ രമേശ് പിഷാരടിയെ പോലുള്ളൊരു സ്ഥാനാർത്ഥി അവിടെ വന്നപ്പോൾ ഒരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹവും മണ്ഡലത്തിൽ ഇപ്പോൾ സുപരിചിതനായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പലവിധ പാരകൾ അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വടക്കൻതറയിൽ സിന്ധു രാജിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ തടുക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ ബോധമുള്ള ഒരു സ്ഥാനാർത്ഥിയോ അവരുടെ പാർട്ടിയോ ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിനകത്ത് ഒരു പാരയുണ്ടോ എന്ന് പോലും, അതായത് എതിരായിട്ടൊരു പാരയുണ്ടോ എന്ന് പോലും സംശയിക്കുന്നുണ്ട്. അത് ഫൂലാൻ ദേവി മത്സരിച്ചപ്പോൾ അവരുടെ മണ്ഡലത്തിൽ പോലും അവർ ഒരു സ്ഥാനാർത്ഥി കയറി പോകരുത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നിങ്ങൾ വന്നാൽ ഞങ്ങൾ വെടിവെക്കുമെന്നോ അല്ലെങ്കിൽ തടഞ്ഞിടുമെന്നോ പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ കേരളത്തെ പോലുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി സ്ഥാനാർത്ഥിക്ക് എല്ലായിടത്തും പോകാൻ കഴിയുന്ന, ഒരുപക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയിൽ പോലും ഇങ്ങനെ ഒരു തടുക്കൽ നടന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. ചിലപ്പം ചിലതൊക്കെ ബ്ലോക്കിംഗ് ഉണ്ടാവുമെങ്കിലും അത് രഹസ്യമായി നടത്തുന്നതല്ലാതെ പരസ്യമായിട്ട് ഇങ്ങനെ കൊടിയും പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കയറാൻ ഒക്കില്ല, ഇത് ഞങ്ങളുടെ കോട്ടയാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥിയോ BJP പോലുള്ളൊരു പാർട്ടിയോ ചെയ്യുന്നതല്ല. പിന്നെ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് BJPയുടെ പാർട്ടിക്കകത്ത് അവരന്വേഷിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഏറ്റവും ഒടുവിൽ പാലക്കാടിലെ ഈ വിജയ പരാജയങ്ങളെ നിർണ്ണയിക്കുമോ എന്നുള്ള കാര്യമാണ്. കുറച്ച് വോട്ടുകൾ മാറിയാൽ മതിയല്ലോ. ശ്രീജിത്ത് പണിക്കർ ശോഭയോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, ഞാൻ അന്ന് 2016 പിടിച്ച 40,000 വോട്ടുകൾ BJPയുടെ അടിസ്ഥാന വോട്ടുകൾ, പിന്നെ ശോഭയുടെ പ്ലസ് വോട്ടുകൾ എന്നുള്ളതാണ്. അതാണ് ശോഭ അതിനെ വിശദീകരിക്കുന്നത്. ഇത്രയും കാലം ഞാൻ മത്സരിക്കുകയായിരുന്നു, അപ്പോൾ എനിക്ക് അനുകൂലമായിട്ട് കൂടുതലും സ്ത്രീകൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നിയമസഭയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അത് സ്നേഹത്തിൻ്റെ വോട്ടാണ്. അങ്ങനെ ശോഭയുടെ പ്ലസ് വോട്ടുകൾ കൂടി ചേരുമ്പോൾ ഈ പറയുന്ന നമ്മളൊക്കെ കണക്ക് കൂട്ടുന്ന ഒരു 58,000-ലേക്ക് വരാൻ സാധിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. താങ്കൾ എത്രത്തോളം അത് കാണുന്നുണ്ട്? ശ്രീമഞ്ജുഷ്, ഒരു കാര്യം വളരെ വ്യക്തമാണ്. BJP കേഡറുകളുടെ ഇടയിൽ പൊതുവെ ശോഭാ സുരേന്ദ്രൻ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ആക്ഷേപം, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ വിഷമം, ശോഭാ സുരേന്ദ്രന് കൃത്യമായിട്ട് മത്സരിച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു മണ്ഡലം അവർ കൊടുക്കുന്നില്ല, അവിടെ അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അവരെ അനുവദിക്കുന്നില്ല, അതുവഴി അവർക്ക് വിജയസാധ്യതയുള്ള ഒരു മണ്ഡലത്തിനെ ഉണ്ടാക്കിയെടുക്കുന്നതിന് പാർട്ടി തന്നെ അവർക്ക് തടസ്സം നിൽക്കുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു. പലപ്പോഴും ഒരു ട്രാവലിംഗ് കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് ശോഭാ സുരേന്ദ്രനെ പറ്റി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ സ്ഥലങ്ങളിലും ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോയതിനു ശേഷം അവിടെ നിന്ന് വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രം ചെയ്തതിന് ശേഷം തൃപ്തിയായി തിരിച്ചു പോരുക എന്നുള്ള ഒരു രീതിയാണ് ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അവരുടെ ശക്തി തെളിയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം, BJPക്ക് വളരെ ഓർഗാനിക് ആയിട്ടുള്ള വളർച്ചയുള്ള ഒരു മണ്ഡലം, തന്നെയുമല്ല ശോഭാ സുരേന്ദ്രനോട് നീതിപൂർവകമായിട്ട് ഒരുപക്ഷെ പാർട്ടി തീരുമാനം എടുത്തു എന്ന് ചിന്തിക്കാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനമാണ് പാലക്കാട്ട് സ്ഥാനാർത്ഥിത്വം നൽകിയതിലൂടെ BJP അവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യാവുന്ന, അവർക്ക് ഏറ്റവും കൂടുതൽ വിന്നിംഗ് പ്രോസ്പെക്റ്റ് ഉള്ള ഒരു മണ്ഡലം തന്നെ അവർക്ക് ഇത്തവണ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർ ചെയ്യാതിരുന്ന ഇത്തവണ ചെയ്തിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ ഈ ചർച്ചയിൽ ഇതിനോടകം തന്നെ പറഞ്ഞതുപോലെ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും മറ്റാര് നിന്ന് കഴിഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ വോട്ട് എന്ന രീതിയിലത്തേക്ക് സമാഹരിക്കാനുള്ള ഒരു കാന്തം പോലെ പലപ്പോഴും പ്രവർത്തിക്കുന്ന ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. അത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. ശക്തമായിട്ടുള്ള രാഷ്ട്രീയ അടിയൊഴുക്കുകളുള്ള സമയത്ത് പോലും ശോഭാ സുരേന്ദ്രൻ സാധാരണഗതിയിൽ അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. കാരണം ഒരു ഫയർ ബ്രാൻഡ് ലീഡറാണ് അവർ, ഒരു സ്ത്രീയാണ്, പല വിഷയങ്ങളെയും വളരെ തന്മയത്വത്തോടു കൂടി എടുക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ഒക്കെ തന്നെയുള്ള കഴിവ് അവർക്കുണ്ട്. പിന്നെ തന്നെയല്ല, ഈ നേരത്തെ പറഞ്ഞതുപോലെ BJPയിൽ പലപ്പോഴും പലതരത്തിലുള്ള തഴയലുകളും നേരിട്ടിട്ടുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സഹതാപവും പലപ്പോഴും അവർക്ക് അനുകൂലമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ കിട്ടുന്നു. പിന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇത്തവണ BJPക്ക് ജയിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് BJPക്ക് വലിയ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് എന്ന് പറയാൻ പോലും കഴിയുകയുള്ളൂ. കാരണം മറ്റെല്ലാ സാഹചര്യങ്ങളും അവിടെ കോൺഗ്രസിന് സാധാരണ നിലയിൽ എതിരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ. അപ്പോൾ ഇപ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് തുടരുമ്പോൾ പോലും അദ്ദേഹം കോൺഗ്രസിന്റെ കണക്കിലുള്ള ഒരു MLA എന്ന നിലയ്ക്കല്ല നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
അവരുടെ ഒരു സിറ്റിംഗ് സീറ്റ് ആണെന്ന രീതിയിലത്തേക്ക് സാങ്കേതികമായിട്ട് പറയാമെന്നതിനപ്പുറത്തേക്ക് ആ MLA കോൺഗ്രസിനുമായി ഒരു രീതിയിലും അല്ലെങ്കിൽ കോൺഗ്രസ് അദ്ദേഹത്തിനെ ഒരു രീതിയിലും സഹകരിപ്പിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷേ അവിടെ പ്ലസ് ഉള്ളത് ഈ രമേശ് രമേശ് പിഷാരടിയുടെ പിഷാരടിക്കുള്ള പ്ലസ് എന്ന് പറയുന്നത് നിരവധി ഘടകങ്ങൾ ഉണ്ടല്ലോ. ഒന്ന്, കോൺഗ്രസിന്റെ UDFന്റെ സിറ്റിംഗ് മണ്ഡലമാണ് അത്. 18,000-ഓളം വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ച ഒരു മണ്ഡലമാണ്. പിന്നെ അടിസ്ഥാന വോട്ടുകൾ കോൺഗ്രസിന് സുരക്ഷിതമാണ്. പിന്നെയുള്ള ഒരു മൈനസ് എന്ന് പറയുന്നത് രമേശ് പിഷാരടി ഒരു രാഷ്ട്രീയ സ്ഥാനാർത്ഥിയല്ല, അങ്ങനെയൊക്കെ തുടക്കത്തിൽ പറഞ്ഞിരുന്നുവല്ലോ. പക്ഷേ അതിൽ നിന്നും മറികടക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് പാലക്കാട് പോകുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നെഗറ്റീവ് ഘടകങ്ങളെക്കാൾ പോസിറ്റീവായ ഘടകങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടല്ലോ അല്ലേ UDF സ്ഥാനാർത്ഥിയുടെ രമേശ് പിഷാരടിയുടെ? തീർച്ചയായിട്ടും ശ്രീ രമേശ് പിഷാരടി വ്യക്തിപരമായി എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തിന് നല്ല രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ബോധമുണ്ട് എന്നും നമ്മുടെ നാട്ടിലുള്ള പല എസ്റ്റാബ്ലിഷ്ഡ് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ പക്വതയോടുകൂടി പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അഭിപ്രായമെടുക്കാൻ കഴിയുന്നയാളാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്ക് ബോധ്യമുള്ള ഒരാൾ കൂടിയാണ് ശ്രീ പിഷാരടി. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ആ കാൻഡിഡേറ്റിന് ഉണ്ടാകാവുന്ന ഒരു ഭാണ്ഡമുണ്ട്, ഒരു വിഴുപ്പിൻ്റെ ഒരു ഭാണ്ഡം. ആ ഭാണ്ഡം ഒരുപക്ഷെ രമേശ് പിഷാരടിക്ക് ഇല്ല എന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹം മറ്റുള്ള ആൾക്കാരെ പോലെ ട്രഡീഷണൽ ആയിട്ടുള്ള കൺവെൻഷണൽ മോഡിലുള്ള ഒരു രാഷ്ട്രീയക്കാരനല്ല. പിന്നെ ആദ്യം ഉണ്ടായിരുന്ന ആ ലോഞ്ചിങ് സമയത്തുണ്ടായിരുന്ന പിഷാരടി അല്ല ഇപ്പോഴത്തെ പിഷാരടി. അദ്ദേഹത്തിന്റെ രീതികളെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ പല രീതികളിലേക്കുള്ള രാഷ്ട്രീയ ചർച്ചകൾ തന്നെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയമായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം പ്രസക്തമാണ്, അതിൽ കൂടുതലായിട്ടുള്ള എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ തന്നെ അദ്ദേഹത്തിനോട് ആരായുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് ഈ രണ്ട് സ്ഥാനാർത്ഥിത്വത്തിനേക്കാൾ ഒരുപക്ഷെ ആ മണ്ഡലത്തിലെ ഫലം നിർണ്ണയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിത്വം LDFന്റേതാണ്. LDF അവിടെ സരിൻ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിൽ നിന്ന് വന്നിരുന്ന ഒരു ടേൺ കോട്ടായിട്ടുള്ള ആളിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അദ്ദേഹം അതിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം നടത്തുന്നു. വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ്, ഒരു 3-way ഫൈറ്റ് നടത്താവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തെളിയിച്ചതിന് ശേഷവും CPM വളരെ വിചിത്രമായിട്ടുള്ള ചില കാരണങ്ങളാൽ രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ അവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ്. അപ്പോൾ മത്സരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്ദേശം എന്താണ്? രണ്ട് രീതിയിൽ നമുക്കതിനെ കാണാം. ഒന്ന്, ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ ഒരു മൈനോറിറ്റി വിഭാഗത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിട്ടുള്ള NMR റസാഖിന് കിട്ടുകയാണ് എങ്കിൽ അത് ആരെയാണ് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അത് ശോഭാ സുരേന്ദ്രനെ അല്ല, മറിച്ച് രമേശ് പിഷാരടിയാണ്. അങ്ങനെയാണ് എങ്കിൽ ജയസാധ്യത കൂടുതലുള്ളത് ശോഭാ സുരേന്ദ്രനാണ്, BJPക്കാണ്. ഇനി അതല്ല എങ്കിൽ മറ്റെന്തൊരു സാഹചര്യമുണ്ട്, എന്ത് സാഹചര്യത്തിലാണ്? മൈനോറിറ്റി കൺസോളിഡേഷൻ അല്ല എങ്കിൽ രാഷ്ട്രീയ വോട്ട് ശക്തി തെളിയിക്കാനാണ് നിർത്തിയിരിക്കുന്നത് എന്ന രീതിയിലത്തേക്ക് അവർക്ക് പറയാൻ പോലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ പലപ്പോഴും ഡീൽ എന്നുള്ള ഒരു ആരോപണമൊക്കെ തന്നെ ഉണ്ടാകുന്നതിന്റെ കാരണം പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്താവുന്ന പൊളിറ്റിക്കലായിട്ടുള്ള വളരെ ടോൾ നേതാക്കന്മാരുള്ള ഒരു സ്ഥലത്ത് നിന്ന് താരതമ്യേന രാഷ്ട്രീയം കൊണ്ട് അറിയപ്പെടുന്നതല്ലാത്ത ഒരാളിനെ അവരവിടെ കൊണ്ടുവയ്ക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മൈനോറിറ്റി കൺസോളിഡേഷൻ അവിടെ LDFന് അനുകൂലമായിട്ട് നടക്കുകയും അതുവഴി BJP ജയിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ സത്യത്തിൽ ഒരു ഡീൽ ഇല്ലാതെ പോലെയും അത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല റിസൾട്ടാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് അത് അവർക്ക് റീറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണോ നൽകേണ്ടത്, അതോ അവിടെ ഒരു BJP സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നതാണോ CPMന് നല്ലത് എന്ന് ചോദിച്ചാൽ നിശ്ചയമായും പറയാം, അസംബ്ലിയിൽ ഒരു BJPയുടെ MLA ഇരിക്കുന്നതുകൊണ്ട് CPMന് ഭരണ തുടർച്ച കിട്ടുമെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഇതേ കാര്യം തന്നെയാണ് മഞ്ചേശ്വരത്തുള്ളത്. അവിടെയും BJP സ്ഥാനാർത്ഥി ജയിച്ചു വരികയാണെങ്കിൽ മൂന്നാമത് വരുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല, ഇടതു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ UDFന് അത് കോൺഗ്രസ് വഴി. പക്ഷേ അല്ലല്ലോ, വരും നാളുകളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ വരും നാളുകളിൽ മറ്റൊരു വിമർശനം നേരിടേണ്ടി വരും, അതിന്റെ ഭാണ്ഡം ചുമക്കേണ്ടിയും വരും. ഇപ്പോൾ നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസും UDFും ഇപ്പോൾ ചുമക്കുന്ന അതേ രീതിയിലുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വരും. അതിന് CPM നേതൃത്വം നിന്നുകൊടുക്കുമോ? അവിടെ പാലക്കാട് അക്കൗണ്ട് തുറക്കുവാൻ സഹായിച്ചത് CPM ആണ്, LDF ആണ് എന്നുള്ള ആ ഒരു വിമർശനം. മഞ്ജുഷ, ഞാൻ കരുതുന്നത് ഭരണം കിട്ടുക, ഭരണ തുടർച്ച ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ CPMന്റെ സിംഗുലർ അജണ്ട. മറ്റൊരു അജണ്ടയും അവർക്കില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ നേരത്തെ ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ ഒക്കെ മാറ്റിവെച്ചതിന് ശേഷം ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള കുറേയധികം ആൾക്കാരെ ഇത്തവണയും മത്സരിപ്പിച്ചത്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു രീതി അനുസരിച്ച് മത്സരിക്കില്ല എന്നൊരു പക്ഷേ കരുതപ്പെട്ടിരുന്ന പല ആൾക്കാരും ഇത്തവണ മത്സരിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. അപ്പോൾ ശക്തരായിട്ടുള്ള ആൾക്കാരെ ഇപ്പോൾ നേമത്ത് ശ്രീ വി ശിവൻകുട്ടി അല്ലാതെ മറ്റാരെങ്കിലും നിന്നാൽ CPMന്റെ നില പരുങ്ങലിലാകുമെന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത അവർക്കുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ തെരഞ്ഞുപിടിച്ച് അവരെ വീണ്ടും മത്സരിപ്പിക്കാനായിട്ട് അവർ തീരുമാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ശക്തരായിട്ടുള്ള സ്ഥാനാർത്ഥികൾ മഞ്ചേശ്വരത്തും പാലക്കാടും വരാത്തത് എന്നുള്ളതൊരു ചോദ്യമാണ്. അവിടെയും അവർക്ക് ആളെ കണ്ടുപിടിക്കാം. സരിൻ അവിടെ തെളിയിച്ച ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ഒരു അവസരം കൂടി കൊടുക്കാം. മറ്റ് രണ്ട് സ്ഥാനാർത്ഥികളും മാറുകയാണ്, സരിൻ കൺസിസ്റ്റന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യത ഒരുപക്ഷെ കുറേയധികം ആൾക്കാർക്ക് കൂടുതലായിട്ടും ഉണ്ടാകും.
ആ സാധ്യത പോലും അവരിവിടെ ഉപയോഗിക്കാത്തതിന്റെ കാരണം തങ്ങൾക്ക് മാക്സിമം സീറ്റ് കിട്ടുക എന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് ഒരുപക്ഷെ ശക്തിയില്ലാത്ത സീറ്റുകളിൽ ജയസാധ്യത കൂടുതലുള്ളത് BJPക്ക് ആണ് എങ്കിൽ BJP ജയിച്ചോട്ടെ എന്നൊരു പക്ഷെ അവർ കരുതുന്നുണ്ടാകും. അതിന് ഡീലൊന്നും ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുള്ള ഡീലല്ല, പക്ഷേ അത് അങ്ങനെ ആഗ്രഹത്തിന് പുറത്ത് വരുന്ന ചില നീക്കുപോക്കുകൾ എന്ന് പറയാം. ശരി, അങ്ങനെയാണെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന് അനുകൂലമാകുമെന്നാണല്ലോ ശ്രീ ആനന്ദ് കൊച്ചുകൂടി. പക്ഷേ കഴിഞ്ഞ തവണ LDFന് അതിന് മുമ്പിലത്തെ തവണത്തേക്കാൾ വോട്ടുകൾ കൂടി സരിൻ മത്സരിച്ചപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും വേണമെങ്കിൽ വിലയിരുത്തലുകൾ നടത്താമായിരുന്നു. അവിടെ LDF കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നത് വഴി അവിടെ സാധ്യത BJPക്ക് കൂടും എന്നുള്ളത്. പക്ഷേ തിരിച്ചാണ് സംഭവിച്ചത്. UDFന്റെ വോട്ടുകളും അതോടൊപ്പം തന്നെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണയും ആ രീതിയിലെ കാര്യങ്ങൾ പോയാൽ എങ്ങനെയായിരിക്കും? അവിടെ ഒരു ത്രികോണ മത്സരം എന്ന രീതിയിൽ താങ്കൾ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ടോ? അതോ ശോഭാ സുരേന്ദ്രൻ, രമേശ് പിഷാരടി, ഈ ഫൈറ്റല്ലേ യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്? മഞ്ജുഷ, അവിടെ ഒരു ത്രികോണ മത്സരം എന്തായാലും നടക്കുന്നില്ല, അതിന് യാതൊരു സംശയവുമില്ല. അവിടെ CPM 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ തവണ അവർ സരിനെ അവതരിപ്പിച്ചത് കോൺഗ്രസിൽ നിന്ന് വന്ന ആൾ എന്ന് മാത്രമല്ല, ഒരു മുൻ IAS ഉദ്യോഗസ്ഥൻ, ഒരു ടാലൻറ്റഡ് ആയിട്ടുള്ള മെറിറ്റോറിയസ് ആയിട്ടുള്ള ആൾ പാലക്കാട് പുറത്ത് നിന്ന് മറ്റൊരു സ്ഥാനാർത്ഥിയെ പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ എന്തുകൊണ്ട് സരിനെ കോൺഗ്രസിന് മത്സരിപ്പിച്ചുകൂടാ എന്ന രീതിയിലൊക്കെയാണ് അന്ന് സരിനെ പാലക്കാട് CPM അവതരിപ്പിച്ചത്. CPMന് പാലക്കാട് മത്സരിക്കാൻ ആളില്ലാത്തത് കൊണ്ടൊന്നുമല്ല. അവിടെ ഗോകുൽദാസിനെ പോലെ അല്ലെങ്കിൽ മറ്റനേകം, ഇപ്പോൾ അവിടെ DYFയുടെ നേതാവ് ജയദേവൻ, അങ്ങനെ ഒത്തിരി പേര് അവിടെ മത്സരിക്കാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാരുണ്ട്, മുതിർന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അവരെ ഒന്നും മത്സരിപ്പിക്കാതെ സരിനെ അങ്ങനെ മത്സരിപ്പിച്ചു. ഇത്തവണയാണെങ്കിലോ, ഇത്തവണ ഞാൻ ഒരു നേതാവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്താൻ ആലോചിക്കുന്നുണ്ടെന്ന്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് ഇതിൻ്റെ ഒരു കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനു മുൻപ് അവിടെ മത്സരിച്ച് ജയിച്ച ആൾ CPMൻ്റെ 2006 ജയിച്ച ആളല്ല, അതിന് മുൻപ് ജയിച്ച ഒരു നൗഷാദ് ഉണ്ട്. ഇപ്പോഴും അദ്ദേഹം അവിടെ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ ആണ്. അപ്പോൾ ആ നൗഷാദ് ജയിച്ചതുപോലെ അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ ജയിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വളരെ വിചിത്രമായിട്ട് തോന്നി. പക്ഷേ വെറും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയല്ല, പാർട്ടിക്ക് പുറത്തു നിന്ന് ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരു നേതാവിനെ കൊണ്ടുവന്ന് നിർത്തി. അതിനൊക്കെ ശേഷമാണ് AK ബാലൻ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭൂതം വീണ്ടും തുറന്നു വിട്ടത്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് കാര്യമായിട്ട് ചിലവായില്ല. അത് വീണ്ടും പുറത്ത് തുറന്നു വിട്ടപ്പോൾ ഈ SDPIയുമായിട്ട് CPMന് ചില നീക്കുപോക്കുകളുണ്ട് എന്ന് അതുവഴി പല തരത്തിൽ പുറത്തു വരുന്നു. അപ്പോൾ SDPIക്ക് പാലക്കാട് വോട്ട് ഉണ്ട് എന്ന് നമുക്കറിയാം. എങ്ങനെ അറിയാം? കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ അവിടെ SDPIയുടെ പച്ച ചുവപ്പ് നക്ഷത്രം കൊടിയൊക്കെ പിടിച്ച് കുറേ ആൾക്കാർ പ്രകടനം നടത്തി. ഞങ്ങൾ കൂടി വോട്ട് ചെയ്തിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത് എന്നായിരുന്നു അവരുടെ അവകാശവാദം. അതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ CPM ചെയ്തത് എന്താണ്? SDPIയുടെ വോട്ട് വാങ്ങിച്ചിട്ട് UDFനായിരുന്നു അവരുടെ പിന്തുണ. അവിടെ UDFന് പിന്തുണ കൊടുത്തിരിക്കാം. പക്ഷേ അവർ മത്സരിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് അവർ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കുകയും CPM അതിനെ ഒരു രാഷ്ട്രീയ വിഷയമായി അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അതായത് CPM അതിനുശേഷം അത് പലതവണ പ്രയോഗിക്കുന്നുണ്ടായിരുന്നു ആ കാര്യം, ജമാഅത്തിൻ്റെ കൂടെ SDPIയുടെ പേരും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPM അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. അവിടെ SDPIയുടെ പിന്തുണ CPM തേടുന്നു. അത് അവിടെ മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല മണ്ഡലങ്ങളിലും ഒരു 6 മണ്ഡലങ്ങളിലെങ്കിലും UDFും LDFുമായിട്ട് ടൈറ്റ് മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ SDPIയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. എന്നാലോ LDFന് വേറെ തരത്തിൽ അമ്പലപ്പുഴ പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്. അവിടെ 3 പഞ്ചായത്ത് അംഗങ്ങളുള്ള SDPI സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. അങ്ങനെ പലതരത്തിലുള്ള നീക്കുപോക്കുകളുണ്ട്. ഈ പാലക്കാട്ടേക്ക് വന്നാൽ അവിടെ മുസ്ലിം വോട്ട് ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഒരു കൃത്യമായ തന്ത്രം തന്നെയാണ്. കാരണം അത് SDPIയുടെ കൂടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുക എന്നുള്ളത് ഒരു തന്ത്രമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതിൽ കൂടി ശോഭാ സുരേന്ദ്രന് ഒരു സാധ്യത എന്തായാലും ഉണ്ട്. SDPIയുടെ നേതാക്കൾ പലതവണ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ മാത്രം വിചാരിക്കേണ്ട കാര്യമല്ല BJPയെ തോൽപ്പിക്കുക എന്നുള്ളത്. അതിനകത്തെല്ലാം ഉണ്ടല്ലോ. അവരുടെ പിന്തുണ ഇത്തവണ LDFനാണ്. അപ്പോൾ
LDF അധികാരത്തിൽ വരട്ടെ എന്ന് ചിന്തിക്കുന്നവരാണ് SDPIക്കാർ. അപ്പോൾ അവിടെ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു വോട്ടിംഗ് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ശോഭാ സുരേന്ദ്രന് കിട്ടും. അങ്ങനെയാണല്ലോ അല്ലേ? തീർച്ചയായും അതുതന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രന് അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്, ഒരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ശോഭാ സുരേന്ദ്രന് മറ്റ് പല അവിടെ മേൽക്കൈ കിട്ടാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെ മുൻപ് 2016 മത്സരിച്ചതാണ്. അവർ സുപരിചിതയാണ്. അവിടെ പല നേതാക്കൾക്കും അവിടെ വടക്കൻ തറയിലും മൂത്താൻ തറയിലും ഒക്കെ N. ശിവരാജിനെ പോലെയുള്ള നേതാക്കളൊക്കെ അവരെ വിജയിപ്പിക്കാൻ പൂർണ്ണമായും അവരുടെ പിന്തുണയുണ്ട്. അവർക്ക് പാലക്കാടിനേക്കാൾ സാധ്യത മറ്റൊരു മണ്ഡലത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അവർക്ക് കിട്ടിയ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിത്വം പാലക്കാട് തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല. ഇപ്പോൾ ആകെ ഒരു ഈ പിഷാരടിയുടെ ഒരു രംഗപ്രവേശനത്തിൽ കൂടി അത് വളരെ ടൈറ്റായി, അല്ലെങ്കിൽ ഒരു 50-50 സീറ്റായി മാറി എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഇടതുപക്ഷത്തുള്ള ആൾക്കാർ രമേഷ് പിഷാരടിയെ കോമാളി എന്നും അരാഷ്ട്രീയവാദി എന്നും പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പോകാത്ത ആൾ എന്നൊക്കെ പറഞ്ഞ് ഈ റസാക്കിന് പറ്റുന്ന ഒരു രീതിയിലുള്ള, അല്ലെങ്കിൽ ഈ റസാക്കിനെ അവതരിപ്പിക്കുന്ന രീതിയിൽ പിഷാരടിയെ കൂടി അവതരിപ്പിക്കാൻ ശ്രമിച്ചത് പക്ഷേ കാര്യമായിട്ട് വിജയിച്ചില്ല. കാരണം പിഷാരടി ഒരു തികഞ്ഞ പൊളിറ്റിക്കൽ ആനിമലാണ്. അദ്ദേഹം മികച്ച രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്തുന്ന, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലും ഒക്കെ അദ്ദേഹം നടത്തുന്ന പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ടറുകൾ, അദ്ദേഹത്തിൻ്റെ പല പരിപാടികളിലും അദ്ദേഹം സംസാരിക്കുന്ന രീതിയൊക്കെ കണ്ടാൽ ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരൻ, അല്ലെങ്കിൽ പല രാഷ്ട്രീയക്കാരെക്കാളും മികച്ച രീതിയിലാണ് അദ്ദേഹം പല കാര്യങ്ങളെയും അവതരിപ്പിക്കാറ്. ഇപ്പോൾ തന്നെ അവിടെ ചില ആൾക്കാർ പറയുന്നുണ്ട് അവിടെ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവിടെ ഷാഫി പറമ്പിൽ ഇതുപോലെ ഈ പലസ്തീൻ വിഷയവും അതും ഇതും പറഞ്ഞിട്ടൊന്നും അല്ല അവിടെ ജയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു. അവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഉയർന്ന ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കും, അല്ലെങ്കിൽ അവിടെയുള്ള എല്ലാത്തരം ആൾക്കാർക്കും, ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവർക്കും അദ്ദേഹം ഷാഫി പറമ്പിൽ അപ്രോച്ചബിൾ ആയിരുന്നു. അദ്ദേഹം എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. അതുപോലെ ഒരു ആളായിട്ട് രമേഷ് പിഷാരടിക്ക് മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രമേഷ് പിഷാരടി ഈ തെരഞ്ഞെടുപ്പിനെ ശോഭാ സുരേന്ദ്രനൊപ്പം ഒരു തുല്യ സാധ്യത, അല്ലെങ്കിൽ ഏകദേശം ഒരു തുല്യ സാധ്യതയെങ്കിലും ഉള്ള ഒരു രീതിയിലേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ പറ്റിയത്. അവിടെ ഇടതുപക്ഷം എന്തായാലും മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണ്. അതിൽ അവരുടെ ഈ ഒരു എന്താ പറയുന്നത്, അതിൻ്റെ അകത്തൊരു കുടിലമായിട്ടുള്ള ഒരു തന്ത്രം അവർ മുൻപേ ആവിഷ്കരിച്ച് അത് പ്രയോഗിച്ചു എന്നുള്ളതിലാണ്. ഇതിൽ എന്തൊക്കെയോ ഡീലുകൾ, അത് ഡീലാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കണക്കൂട്ടലാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്തോ ഒന്ന് ചീഞ്ഞു നാറുന്നുണ്ട് അവിടെ. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കൾ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഒരു ഘടകം കൂടി ഉണ്ടായിരുന്നു. പാരകളുണ്ട് ശോഭാ സുരേന്ദ്രനെ എന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെതിരെയും ഇത്തരം കാര്യങ്ങൾ അവിടെ വർക്ക് ചെയ്തുവല്ലോ. കൃഷ്ണകുമാറിൻ്റെ വോട്ടുകളാകട്ടെ അതിന് മുൻപത്തെ 2021 ഈ ശ്രീധരൻ പിടിച്ച വോട്ടുകളേക്കാൾ ഏതാണ്ട് 11,000 വോട്ടുകളുടെ കുറവാണ് സംഭവിച്ചത്. പാലക്കാട് നഗരസഭയിൽ പോലും ഒരു തിളക്കമാർന്ന ഒരു മുന്നേറ്റം നടത്തുവാനായിട്ട് കഴിഞ്ഞില്ല BJPക്ക് കഴിഞ്ഞ തവണ. മറ്റ് പഞ്ചായത്തുകളുടെ കാര്യം പോട്ടെ, ആ പഞ്ചായത്തുകളിൽ സ്വാഭാവികമായിട്ട് പഞ്ചായത്തുകളിലേക്ക് വോട്ടെണ്ണൽ കടക്കുമ്പോൾ BJPക്ക് അത്ര ലീഡ് കിട്ടാനുള്ള സാധ്യത ഇല്ലാത്തതാണ്. പക്ഷേ പാലക്കാട് നഗരസഭ അങ്ങനെ ആയിരുന്നില്ല. ആ മേൽക്കോയ്മ, അന്നത്തെ ആ വീഴ്ച തിരിച്ചു പിടിക്കുവാൻ ശോഭയ്ക്ക് കഴിയുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വിലയിരുത്തുമ്പോൾ അതിന് സാധിക്കുമോ ഇല്ലയോ? അല്ല, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് നോക്കിയാൽ ഈ പിക്ചർ നേരെ തിരിച്ചാണ്. ഇതിലൊന്നുമല്ല. അതായത് 50,200 ചില്ലാനം വോട്ട് എല്ലായിടത്തും കൂടെ പാലക്കാട് മണ്ഡലത്തിലെ എല്ലാ ഗ്രാമസഭയും നഗരസഭയും കൂടെ എടുത്തു കഴിഞ്ഞാൽ 50,000 ചില്ലാനം വോട്ട് CPM-ന് കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ CPM-ന് അവിടെ 44,022 വോട്ട് കിട്ടി. BJPക്ക് 38,003 വോട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ വോട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാവുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അധികം ഗ്രൂപ്പിസം ഒന്നും നടക്കാൻ വഴിയില്ല. 3 പഞ്ചായത്തുകളിലും പാലക്കാട് നഗരസഭയിലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 50,000 CPM-ന് 44,000, പിന്നെ BJPക്ക് 38,000. ഇതാണ് അവരുടെ പാർട്ടി വോട്ടുകളുള്ളത്. പക്ഷേ പാർട്ടി വോട്ടുകളേക്കാൾ കൂടുതൽ BJP പലപ്പോഴും പിടിക്കുന്നതെന്ന് വെച്ചാൽ ഈ ശ്രീധരൻ വന്നപ്പോൾ 40,000 50,000 ചില്ലാനം എങ്ങനെയായി? ശോഭാ സുരേന്ദ്രൻ 22,000 2016 എങ്ങനെ 40,000 ആക്കി? ഇതുപോലുള്ള ചില വ്യക്തിത്വങ്ങൾ വരുമ്പോൾ ചില വോട്ടുകൾ മാറാറുണ്ട്. ഈ വോട്ട് മാറ്റം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവരെവിടെ പോയാലും അത് കാണിക്കാറുണ്ട്, നടത്താറുണ്ട്.
ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പ്രത്യേകത, അവർക്ക് ഇത്തവണ നേമത്ത് പണ്ട് രാജഗോപാലനുണ്ടായിരുന്ന പോലത്തെ ഒരു സിമ്പതിയും കൂടെ അവിടെ ഉണ്ട്. അത് പലരും എന്നോട് അവിടെ മണ്ഡലത്തിലുള്ളവർ തന്നെ പറയുകയുണ്ടായി. 10 പ്രാവശ്യമൊക്കെ മത്സരിച്ച് വലിയ പോരാട്ടം നടത്തി തോറ്റിട്ടും വീര്യം കുറയാത്ത മട്ടിൽ ഇപ്പോൾ വീണ്ടും പത്താമത്തെ പോരിന് നിൽക്കുമ്പോൾ അവർക്കൊരു പിന്തുണ കൊടുക്കണ്ടേ എന്ന് ചിന്തിക്കുന്നവർ, മറ്റ് ഉള്ള പ്രചരണങ്ങളും മറ്റ് ദുഷ്പ്രചരണങ്ങളും എല്ലാം വന്നാൽ പോലും അത്തരത്തിൽ ചിന്തിക്കുന്നവർ ഉണ്ട് എന്നുള്ളതാണ്. വേറൊന്ന്, കോൺഗ്രസ്സിനകത്ത് ചിലർ വളരെ, ഇപ്പോൾ പിഷാരടി വളരെ, രമേശ് പിഷാരടി അവിടെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പോലും കഴിഞ്ഞ തവണ ശരനുണ്ടായ പോലത്തെ അനുഭവങ്ങൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടെ ഇറക്കുമതി ചെയ്തു. ഇത് ഷാഫിയുടെ ഒരു സ്ഥിരം പതിവാണെന്നാണ് എല്ലാവരും പറയുന്നത്. കഴിഞ്ഞ തവണ സരിൻ അതിനാണ് ഉടക്കിപ്പോയത്. കാരണം അവിടെ മണ്ഡലത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നവൻ, ആ ജില്ലയിൽ നിന്ന് പ്രവർത്തിക്കുന്നവന് ഒരു അവസരം കൊടുക്കില്ല. അതിന് പകരം വെളിയിൽ നിർത്തനെ ഇറക്കുമതി ചെയ്യുന്നു. ഇത് ഷാഫി പറമ്പിൽ സ്ഥിരം ഈ മണ്ഡലത്തിൽ തനിക്ക് ലോക്സഭയിൽ നിന്ന് എപ്പോൾ ഇവിടെ വരണോ അവിടെ സുരക്ഷിതമായൊരു മണ്ഡലം നിലനിൽക്കണം, ഇത്തവണയാണെങ്കിൽ വരാൻ പറ്റിയിരുന്നെങ്കിൽ ആറന്മുളയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റണമെന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഈ കളി മുഴുവൻ നടത്തിയത്. അതുപോലെ തന്നെയാണ് ഇപ്പം വീണ്ടും രമേശ് പിഷാരടിയെ വെച്ചിരിക്കുന്നത്. ഈ തവണ ജയിച്ചാൽ പോകുന്നു, ഇല്ലെങ്കിൽ പിന്നെ അങ്ങനെ എങ്ങനെ വന്നാലും തനിക്ക് ഈ മണ്ഡലം തൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് ഒരു ഗൂഢതന്ത്രം ഇതിനകത്തുണ്ട് എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ്സുകാർ തന്നെ പലരുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് CPM-ൽ നിന്ന് മാത്രമല്ല കോൺഗ്രസിൽ നിന്നും ചില വോട്ടുകൾ ലഭിച്ചേക്കാമെന്ന് വിശ്വസിക്കുന്നവരും പാലക്കാടുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ ഒരു വർഗീയ ധ്രുവീകരണം പലപ്പോഴും അവിടെ BJP-യെ തോൽപ്പിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ക്രോസ് വോട്ടിംഗ് വരാറുണ്ട്. ഇത്തവണ തിരിച്ചൊരു ക്രോസ് വോട്ടിംഗ് CPM-ൽ നിന്നും പിന്നെ കോൺഗ്രസിൽ നിന്നും ഉണ്ടായാൽ അതായിരിക്കും ശോഭാ സുരേന്ദ്രന് വിജയിക്കാനായിട്ട് ഉള്ള അടിത്തറ കൊടുക്കുന്ന ഘടകം. അപ്പോൾ വെറും 18,000 വോട്ട് കൂടുതൽ പിടിക്കുക എന്നുള്ളത് മാത്രമല്ല, അത് രണ്ട് വശത്തു നിന്നും പിടിക്കാൻ ശോഭയ്ക്ക് കഴിയുമെന്നുള്ളതാണ്. ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും വലതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ശോഭയ്ക്ക് പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് BJP-യിലെ പലരുടെയും വിശ്വാസം. അങ്ങനെ നടന്നാൽ മാത്രമേ ശോഭയാർന്നൊരു വിജയം അവിടെ ഉണ്ടാവുകയുള്ളൂ. ശ്രീജിത് പണിക്കർ, 2021 പോലെ സംഭവിച്ചു കഴിഞ്ഞാൽ അവസാന നിമിഷം പിന്നെ ഒന്നുമില്ല, വിജയത്തിന് അടുത്തെത്തി പിന്മാറേണ്ട ഒരു സ്ഥിതിയിലേക്ക് അവിടെ ശോഭാ സുരേന്ദ്രൻ പോകും. എന്താണോ ഈ ശ്രീധരന് പറ്റിയത്, അവിടെ ഷാഫി അവസാന നിമിഷം നേടിയത്, അതുപോലെ രമേശ് പിഷാരടിക്ക് ജയിച്ചു വരാൻ കഴിയും. അതായത് മൈനോറിറ്റി കൺസോളിഡേഷൻ വന്നാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. തീർച്ചയായിട്ടും മൈനോറിറ്റി കൺസോളിഡേഷൻ വരികയാണെങ്കിൽ CPM-ന്റെ നിലവിലത്തെ പ്ലാൻ ഇവിടെ വർക്ക് ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ മൈനോറിറ്റി കൺസോളിഡേഷൻ വർക്ക് ചെയ്യുന്നത് BJP ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവരെ പരാജയപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പാർട്ടി ആരാണ് അവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ NMR റസാഖ് ചിത്രത്തിലേ ഇല്ല. എങ്കിൽ BJP-യെ തോൽപ്പിക്കാൻ കഴിയുന്നത് അവിടെ രമേശ് പിഷാരടിക്കാണ്. അങ്ങനെയെങ്കിൽ മൈനോറിറ്റി കൺസോളിഡേഷൻ ഉണ്ടാകുന്നത് രമേശ് പിഷാരടിക്ക് അനുകൂലമാണ് എങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതല്ല എങ്കിലാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ തീവ്രമായി ചിന്തിക്കുന്ന കുറച്ചധികം ആൾക്കാരുടെ വോട്ട് ഒരു ഭാഗത്തേക്ക് സ്പ്ലിറ്റ് ചെയ്യുക, മോഡറേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വോട്ട് വേറൊരു ഭാഗത്തേക്ക് പോവുക, അങ്ങനെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകളിൽ ഒരു ഭിന്നിപ്പുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫലം നിശ്ചയമായിട്ടും ഉണ്ടാകുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കും, BJP-ക്കായിരിക്കും. ഇവിടെ ഒരുപക്ഷെ ചിന്തിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു ഫാക്ടർ കൂടിയുണ്ട്. കാരണം നമ്മളിവിടെ നേരത്തെ പറഞ്ഞു, ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് മണ്ഡലത്തിന് പുറത്തു നിന്നുള്ള ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നത്, എന്തുകൊണ്ടാണ് എന്തെങ്കിലും ഒരു കാലത്ത് അദ്ദേഹത്തിന് സംസ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ തൻ്റെതായിട്ടുള്ള ഒരു തട്ടകത്തിനെ അവിടെ അദ്ദേഹം റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമ്മളോട് ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫാക്ടറാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളെല്ലാം തന്നെ കോൺഗ്രസിനെ ഫേവർ ചെയ്തുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു പോസിബിലിറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തവണ കോൺഗ്രസിനോടൊപ്പമില്ല. അവിടെ രമേശ് പിഷാരടി ഉണ്ട്, രാഷ്ട്രീയ പാരമ്പര്യം ഉള്ളയാളല്ല. അദ്ദേഹം വന്നു നിന്ന് പാലക്കാട് സീറ്റ് ജയിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ വലിയ പൊളിറ്റിക്കൽ ഫൈറ്റ് നടത്തി ആ ഒരു സീറ്റ്, അതായത് ഏതാണ്ട് 3000-4000 വോട്ടിന് മാത്രം അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് BJP-യോട് കഷ്ടിച്ച് രക്ഷപ്പെട്ട സീറ്റിനെ 17,000-18,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് നേടിയെടുത്തിരിക്കുന്ന ഒരു സീറ്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മികവാണ്, അത് ഷാഫി പറമ്പിലിന്റെ മികവാണ് എന്ന രീതിയിലത്തേക്കൊക്കെയാണ് നമ്മളത് കേട്ടിരുന്നത്. ഇനി ആ ഒരു സീറ്റ് പുഷ്പം പോലെ രമേശ് പിഷാരടിക്ക് നിലനിർത്താനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പ്രസക്തി എന്താണ് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. ആ ചോദ്യത്തിനെ പറ്റി കോൺഗ്രസ് ബോധേഡാവില്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനെക്കുറിച്ച് ബോധേഡാവില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം കോൺഗ്രസിലെ ഒരു അനിവാര്യതയല്ല. അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ സീറ്റ് നിലനിർത്താനായിട്ട് പാലക്കാട് കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നതാണ് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ നിലനിൽപ്പിന് നല്ലത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇവരുടെയൊക്കെ തന്നെ താല്പര്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുക എന്നതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അപ്പോൾ നേരത്തെ ഇവിടെ
പറഞ്ഞിരിക്കുന്നത് പോലെ കോൺഗ്രസിൽ നിന്ന് ഒരു ഭാഗം വോട്ടുകൾ ഒരുപക്ഷെ BJP-യിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നതെല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ മാത്രമല്ല അവിടെ നടക്കുന്നത്. സാധാരണഗതിയിലുള്ള ആൾക്കാർ അവരുടെ പൊളിറ്റിക്സ് വെച്ചിട്ട് വോട്ട് ചെയ്യുന്നു. ചില ആൾക്കാർ ഇനി സ്ത്രീകളോട് താല്പര്യമുള്ള, അതായത് ഒരു സ്ത്രീ വരട്ടെ നമ്മുടെ ജനപ്രതിനിധിയായിട്ട് എന്ന രീതിയിലേക്ക് താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ വോട്ട് ചെയ്യും. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള കുറേയധികം അടിയൊഴുക്കുകളും എല്ലാ മണ്ഡലങ്ങളിലുമുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ അതിശക്തമായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അത് പ്രത്യേകിച്ച് കൂടുതൽ മറനീക്കി പുറത്തു വരുന്നത് വളരെ ദുർബലനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് തോന്നാവുന്ന, എന്നാൽ നല്ല രീതിയിലത്തേക്കുള്ള പൊതു അഭിപ്രായങ്ങളൊക്കെ ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുന്ന ശ്രീ NMR റസാഖാണ്. ഇപ്പൊ നമ്മൾ കണ്ടതാണ് BJP-യുടെ ഒരു ഏരിയയിലേക്ക് ശ്രീ രമേഷ് പിഷാരടി വോട്ട് ചോദിച്ച് ചെല്ലുന്ന സമയത്ത് പൊളിറ്റിക്കൽ മര്യാദകേട് എന്നൊന്നുമല്ല, ശുദ്ധ തെമ്മാടിത്തം എന്ന് വേണം പറയാൻ ഒരു സ്ഥാനാർത്ഥിയെ തടഞ്ഞു നിർത്തുന്നത്. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാനുള്ള അവസരം നിഷേധിക്കുന്ന രീതിയിലത്തേക്ക് ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ BJP-യുടെ രാഷ്ട്രീയ ധാർമ്മികത അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. എന്ത് തരത്തിലുള്ള നടപടിയാണ് BJP അതുമായി ബന്ധപ്പെട്ട് എടുക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ ആരെയാണ് സഹായിക്കുക? ഇതൊക്കെ തന്നെ അവിടെ പാർട്ടിയിൽ നിന്ന് ആഭ്യന്തരമായിട്ടുണ്ടായ ഒരു കാര്യമാണ്. BJP-യിൽ നിന്ന് എന്നുകൂടി സംശയിക്കേണ്ടി വരുമോ? നേരത്തെ MS വേണുഗോപാൽ അങ്ങനെ ഒരു സംശയം ഉന്നയിച്ചിരുന്നു. കാരണം ശോഭയ്ക്ക് അവിടെ ഉൾപാർട്ടി ശത്രുക്കളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, മോർ ദാൻ മീറ്റ്സ് ദി ഐ എന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഒരു ജനാധിപത്യ പാർട്ടിയിൽ വോട്ട് ചോദിക്കുക, ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വോട്ട് ചോദിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്. അപ്പോൾ ഒരു കാരണം പറഞ്ഞുകൊണ്ടും ഒരാളിനെ അങ്ങനെ മാറ്റി നിർത്താനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ച് രമേഷ് പിഷാരടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള പൊളിറ്റിക്കൽ ബാഗേജും ഇല്ലാത്ത ഒരാളാണ്. കേരളത്തിൽ സർവ്വസ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു സ്ഥലത്തേക്ക് പോയിട്ട് ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണെങ്കിലും അദ്ദേഹം ഈ ജനാധിപത്യ ക്രമത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹം വോട്ട് ചോദിക്കാനായിട്ട് അവിടെ ചെല്ലുന്ന സമയത്ത് അല്പമെങ്കിലും 5 പൈസയുടെയെങ്കിലും വിവരമുള്ള ആൾക്കാർ ഒരിക്കലും അദ്ദേഹത്തിനെ തടയില്ല. മറിച്ച് അദ്ദേഹത്തിനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ചിരിച്ചുകൊണ്ട് ഒരു ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോകുന്നു. അത് നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ചെയ്യാതെ ഈ രീതിയിലേക്ക് ചെയ്യുമ്പോൾ അവർ ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള ചോദ്യം പ്രസക്തമല്ലേ? അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് കേവലം പാർട്ടി അണികൾ മാത്രമല്ല, അവിടുത്തെ നഗരസഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരംഗമാണത് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ റെപ്പർക്കഷൻസ് എന്താകും എന്നതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ബോധവും വിവരവും ഒന്നും തന്നെ അവർക്കില്ല എന്ന് നമ്മൾ കരുതുന്നുണ്ടോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പാളയത്തിൽ പടയുണ്ടോ, ഉൾപാർട്ടി പോരുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പ്രസക്തമാണ്. പക്ഷെ അവിടെ ഒരു വിശദീകരണം ശോഭാ സുരേന്ദ്രൻ നൽകുന്നുണ്ടായിരുന്നു. ഈ UDF-ന്റെ സ്ഥാനാർത്ഥി വേട്ടക്കാരനൊപ്പമാണ് എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് ശോഭാ സുരേന്ദ്രൻ. അതുകൊണ്ടാണ് അമ്മമാർക്ക് ആ ബുദ്ധിമുട്ട് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ്. അല്ല, നോക്കൂ, അമ്മമാർക്ക് ആ രീതിയിലത്തേക്കുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകാം, അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ അത് ആരോടാണ് കാണിക്കേണ്ടത്, ആരോടാണ് കാണിക്കരുതാത്തത് എന്നതിനെക്കുറിച്ചും അമ്മമാർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അമ്മമാർക്ക് വിവരമുണ്ടല്ലോ. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ അത് പറയുന്ന ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിൽ അവർ പറയുന്നതാണ്. ഒരു തരത്തിലുള്ള പ്രശ്നവും പാർട്ടിയുടെ ഉള്ളിലുള്ള പ്രശ്നവും ഉണ്ടാകരുത്, പുറത്തു നിന്നുള്ള പ്രശ്നവും ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലായിരിക്കാം ഒരു പക്ഷേ അത്തരത്തിലുള്ള ഒരു ഫയർ ഫൈറ്റിംഗ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. പക്ഷേ അങ്ങനെയല്ലല്ലോ. ഏത് സ്ഥലത്താണെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തി, ഇപ്പോൾ സ്ത്രീപീഡന കേസുണ്ട്, കുറേയധികം പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയാണ് വരുന്നത് എങ്കിൽ ആ സ്ഥാനാർത്ഥി തന്നെയാണ് അവിടെ വരുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും റിയാക്ഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ അതിന്റെ ബാഗേജ് ഇല്ലാത്ത, ഒരു രാഷ്ട്രീയക്കാരൻ പോലും അല്ലാത്ത, സർവ്വ സ്വീകാരനായിട്ടുള്ള ടെലിവിഷൻ പ്രേക്ഷകർക്കും സിനിമാ പ്രേക്ഷകർക്കും ഒക്കെ തന്നെ വലിയ താല്പര്യമുള്ള ഒരു വ്യക്തി അവിടെ വരുന്ന സമയത്ത് ഒരമ്മമാർക്കും ആ രീതിയിലത്തേക്കുള്ള വികാരമില്ല. ഇനി BJP അനുഭാവമുള്ള അമ്മമാർക്ക് മാത്രമായിട്ട് പ്രത്യേകം എന്തെങ്കിലുമുള്ള ഒരു വികാരമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പൊ അതൊക്കെ ശുദ്ധ മര്യാദകരാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിലുള്ള തെമ്മാടിത്തമാണ്. അതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു സംഘടനയും അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടുള്ളതല്ല. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ സംവിധാനത്തിൽ മത്സരിക്കുന്ന, നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും SDP അടക്കമുള്ള PDP അടക്കമുള്ള പാർട്ടികളൊക്കെ ഇലക്ഷനിൽ മത്സരിക്കാറുണ്ട്. അതിനോടൊക്കെ തന്നെ പലതരത്തിലുള്ള രാഷ്ട്രീയ വിയോജിപ്പുകൾ പറയുന്ന ആൾക്കാരൊക്കെയാണ് നമ്മളും. പക്ഷെ എന്ന് കരുതി അവർ വീട്ടിലേക്ക് വോട്ട് ചെയ്യാൻ ചോദിക്കാനായിട്ട് വരുന്ന സമയത്ത് വോട്ട് ചെയ്യാം, തരാം എന്ന് പറഞ്ഞിട്ട് വിടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടെ കയറണ്ട, അതാണ് ഇതാണ് മറ്റേയാണ് മറിച്ചാണ് എന്നൊക്കെ പറയുന്ന രീതിയിലത്തേക്കുള്ള രാഷ്ട്രീയ ബോധവും പ്രബുദ്ധതയും ഒന്നുമല്ല മലയാളിക്കുള്ളത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ന്യായമായ കാരണങ്ങളാണോ അതോ മോർ ദാൻ മീറ്റ്സ് ദി ഐ എന്ന് പറയുന്നത് പോലെയുള്ള മറ്റു കാരണങ്ങളും ഉണ്ടോ എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, താങ്കൾ അങ്ങനെ സംശയിക്കുന്നുണ്ടോ? ഇതൊരു വീണ് കിട്ടിയ ഒരു അവസരമായി UDF അതിനെ മുതലെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഡീലിന് പിന്നാലെ ഇതും ഒരു വിഷയമായിട്ട് തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഉയർന്നു വരും എന്ന കാര്യത്തിലും ഒരു സംശയമില്ല. അതിനിടയിലാണ് BJP-യിലെ ഉൾപാർട്ടി പ്രശ്നങ്ങൾ ഈ തടയിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്നതിലേക്ക് ചിന്തിക്കേണ്ടി വരുമോ? അല്ല, അങ്ങനെ ചിന്തിക്കാൻ ഉള്ള സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ തവണ അവിടെ കൃഷ്ണകുമാർ മത്സരിച്ചപ്പോൾ ഈ ശോഭാ സുരേന്ദ്രൻ്റെ കൂടെ ഉള്ള കുറേ ആൾക്കാരൊക്കെ അന്ന് കൃഷ്ണകുമാറിനിട്ട് പാരവെച്ച കാര്യമൊക്കെ നമുക്കറിയാം. അത് കുറേയൊക്കെ പുറമെ വന്നതുമാണ്.
അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തിരിച്ചൊരു പണി കൊടുക്കുന്നതാണോ? ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തിരിച്ച് ശോഭാ സുരേന്ദ്രന് ഒരു പണി കൊടുക്കുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ അകത്ത് ഈ പാലക്കാട് BJPയുടെ ഈ ഉരുക്കു വോട്ടുകൾ എന്നൊക്കെ പറയുന്ന വടക്കുംതറ, മൂത്താന്തറ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങൾ, അവിടെ മറ്റാർക്കും കയറി ചെല്ലാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യം, അത് ഈ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ CPMകാർ പറയുന്നത് പോലെ അതിനെ മാറ്റിയെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. കാരണം ഇപ്പം ഞാൻ അവിടെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അതിലേക്കൊക്കെ പോയിട്ടുണ്ട്, അവിടെ പലരെയും നേതാക്കളെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, അവിടെ ബാലസുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന മുതിർന്ന ഒരു BJPയുടെ നേതാവുണ്ട്. അദ്ദേഹത്തെ വീട്ടിൽ പോയി ഞാൻ കാണുന്നു, സംസാരിക്കുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ പാർട്ടിക്കാർ വരുന്നു, ഇദ്ദേഹം പെട്ടെന്ന് സംസാരം നിർത്തുന്നു, പിന്നീട് അദ്ദേഹത്തെ ഇവർ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ CPMൻ്റെ പാർട്ടി ഗ്രാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ ജനാധിപത്യ ഹിംസ നടക്കുന്നു, അവിടെ BJPക്കാർക്കോ ഈവൻ കോൺഗ്രസ്സുകാർക്കോ ഒന്നും അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പോൾ BJPക്ക് കേരളത്തിൽ ശക്തിയുള്ളിടത്ത്, അല്ലെങ്കിൽ ഈ പാർട്ടി ഗ്രാമങ്ങൾ മറ്റ് പാർട്ടികൾക്കുണ്ടെങ്കിൽ അവിടെയും ഇതാണോ സ്ഥിതി എന്ന് ഈ വോട്ട് ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ വേറൊരു ഉദാഹരണം പറയാം, ഈ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു നേതാവ്, അദ്ദേഹവും ഈ അവിടെ ഈ CPMൻ്റെ ഒരു ഗുണ്ടാ നേതാവായിട്ട് കരുതപ്പെടുന്ന ആർഷോ ഉണ്ടല്ലോ, മുൻ SFI സംസ്ഥാന സെക്രട്ടറി, അവർ തമ്മിൽ വാഗ്വാദം, അത് മൽപ്പിടുത്തത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഏതോ ഇതുപോലെ ഒരു കോട്ട മൈതാനത്ത് നടന്ന ഒരു പരിപാടിയിലുണ്ടായി. അങ്ങനെയുള്ള ഈ BJPക്ക് കുറച്ച് ശക്തിയുള്ളിടത്ത് അവർ കയ്യൂക്ക് പ്രയോഗം നടത്തുന്നുണ്ടോ? അത് തിരുവനന്തപുരത്ത് നടക്കില്ലായിരിക്കും. ഇപ്പോൾ അവിടെ തിരുവനന്തപുരത്ത് വേറൊരു രീതിയായിരിക്കും. പക്ഷേ ഈ പാലക്കാടും ഇനിയിപ്പോൾ കണ്ണൂർ പാർട്ടി ഗ്രാമങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്ന് ഇവിടെ കൊടുക്കുന്ന മറ്റൊരു നറേറ്റീവ് ഉണ്ടല്ലോ, BJP കൊടുക്കുന്ന നറേറ്റീവ്. നേരത്തെ ഞാൻ ചോദിച്ച പോലെ ശോഭാ സുരേന്ദ്രൻ ഇതിന് നൽകുന്ന വിശദീകരണം, അതായത് സ്ത്രീ പീഡകരോട് UDFന്റെ സ്ഥാനാർത്ഥി എടുക്കുന്ന നിലപാട്, അതിനെ ലളിതവൽക്കരിക്കുന്ന ഒരു നിലപാട് എടുക്കുന്നു എന്നുള്ളതാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ്റെ ആരോപണമായിട്ട് വരുന്നത്. അതാണല്ലോ ന്യായീകരിക്കുന്നതും. രമേശ് പിഷാരടിയെ അമ്മമാർ തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട്, അവരുടെ വിഷമമാണ് അവിടെ പ്രകടിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്, അത് എത്രത്തോളം കണക്കിലെടുക്കാൻ കഴിയും? അത് എത്രത്തോളം അവിടെ വിശ്വാസയോഗ്യമായി വരും? അല്ല, അത് അവർ പറയുന്നതിൽ ന്യായം ഞാൻ മനസ്സിലാക്കുന്നു. കാരണം ഉൾപാർട്ടി പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സബോട്ടാജ് ചെയ്യാൻ അവിടെ പാർട്ടിയിലെ മറ്റു ചിലർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരത് പുറമേ അങ്ങനെ ഉണ്ട് എന്ന് പറയാതെ അത് ഇല്ല എന്ന് പറയുന്നത് തന്നെയാണ് സാധ്യത. അങ്ങനെ പറയുന്നതാണ് ഉചിതവും. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ അവിടെ ചിലർ എന്നെ പാരവയ്ക്കാൻ നോക്കും. ഈ പത്മജ വേണുഗോപാലൊക്കെ പറയുന്നത് പോലെ അങ്ങനെ മാത്രം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ തോൽവി അംഗീകരിക്കുന്നത് പോലെ ഇരിക്കും. അപ്പോൾ അങ്ങനെ പറയാതെ ഇത് അങ്ങനെയല്ല, ഇതിന് മറ്റൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടാക്കുക എന്നുള്ളൊരു കാര്യമാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ചെയ്തത്. അതിനെയൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷേ അവിടെ ഈ പറയുന്നത് പോലെ എല്ലാ മേഖലകളിലും എല്ലാവർക്കും കടന്നു ചെല്ലാനും അവിടെ പ്രവർത്തിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഇതുപോലെ തന്നെ ഒരു പ്രതികരണം അവിടെ ചെന്ന ദിവസം തന്നെ അവർ നടത്തിയിരുന്നു. അവിടെ ഈ പറയുന്ന പ്രശാന്ത് ശിവൻ അദ്ദേഹം അവിടെ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് ആ സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം അപ്പോൾ ശോഭാ സുരേന്ദ്രൻ അവിടെ വന്നു ചെന്നിറങ്ങിയപ്പോൾ അവരെ കാണാൻ പോലും കൂട്ടാക്കാതെ മാറി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തെ വിളിച്ചു വരുത്തുന്നു, ഇവർ തമ്മിലൊരു ഫോട്ടോ ഓപ്പൊക്കെ ഉണ്ടാക്കുന്നു, അതിനുശേഷം കൈ കൊടുക്കുന്നു, അദ്ദേഹം ചിരിക്കുന്നു. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നു എൻ്റെ കുട്ടിയെപ്പോലെയാണ്, എൻ്റെ കുട്ടിയാണ് എന്നൊക്കെ പ്രശാന്ത് ശിവനെ വിശേഷിപ്പിക്കുന്നു. അപ്പോൾ അത് ശോഭാ സുരേന്ദ്രൻ ചെയ്തത് ന്യായം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പിന്നെ ഒരു കാര്യം, ഇവിടെ ഈ പിഷാരടി പുറമേ നിന്ന് വന്ന ആളാണ്, അദ്ദേഹം രാഷ്ട്രീയ പാരമ്പര്യമില്ല. പക്ഷേ അദ്ദേഹം ഒരു പാലക്കാടുകാരനാണ്, അദ്ദേഹം പാലക്കാട് ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹം ജനിച്ചത് കുഴൽമന്ദത്താണ്. അപ്പോൾ അദ്ദേഹത്തിന് പാലക്കാട് ഒരു കണക്ഷൻ എന്തായാലും ഉണ്ട്. ശരിയാണ്. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ ഒരുപാട് അന്തരമുണ്ടെന്ന് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമേശ് പിഷാരടിയെ ശ്രീ MS വേണുഗോപാൽ തുടക്ക സമയത്ത് നിരുത്സാഹപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയല്ല പാലക്കാടിന് വേണ്ടത് എന്ന രീതിയിലൊക്കെ. പക്ഷേ അത് മറികടക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഇപ്പോൾ അതൊരു ചർച്ചാ വിഷയമായി മാറില്ലല്ലോ ഇപ്പോൾ. തീർച്ചയായിട്ടും ഈ ഷാർപ്പായിട്ട് രാഷ്ട്രീയ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാനും എതിരാളിയുടെ നെഞ്ചു പുലർക്കാനും കഴിയുന്ന ഒരാളാണ് രമേശ് പിഷാരടി. അദ്ദേഹം വെറും ഹാസ്യം പ്രയോഗിക്കുന്ന രീതിയല്ല, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഹാസ്യങ്ങളിൽ
അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്താവനകളിൽ എതിരാളിക്ക് വലിയ മാരകമായ മുറിവേൽക്കുന്ന ചില പിന്നെ വാക്കുകൾ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്, ആശയങ്ങൾ അദ്ദേഹം പ്രയോഗിക്കാറുണ്ട്. അതൊരു പക്ഷേ കൊടുത്തത് വേണമെങ്കിൽ തോമസ് ഐസക് ആണെന്നും പറയാം. വളരെ സത്യമാണ്. തോമസ് ഐസക്കാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത്. അതിന് അദ്ദേഹം ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞ പോലെ മറുപടി കൊടുത്തത് സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെ വൈറലായിട്ടുണ്ട്. ഇതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ് രമേശ് പിഷാരടി എപ്പോഴൊക്കെ കോൺഗ്രസിൻ്റെ ആശയങ്ങൾ പറയുമ്പോഴും അതിനൊരു ശക്തി അദ്ദേഹം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ജഗദീഷ് പണ്ട് ഗണേഷ് കുമാറിനെതിരെ മത്സരിച്ചപ്പോൾ നടത്തിയ പോലുള്ളൊരു പ്രചരണമല്ല ഇദ്ദേഹം നടന്നത്. ഇദ്ദേഹം എതിരാളികളെ ആക്രമിക്കാതെ, ജഗദീഷ് അന്ന് കടന്നാക്രമിച്ചുകൊണ്ടാണ്, ഗണേഷ് കുമാറിനെ വളരെ മോശമായി പലപ്പോഴും ആക്രമിച്ചുകൊണ്ടാണ് മത്സരത്തിന് നിന്നതെങ്കിൽ രമേശ് പിഷാരടിക്ക് തിരിച്ചൊരു രീതിയാണ്. അദ്ദേഹം എതിരാളിയെ കൂടുതൽ ആക്രമിക്കാൻ പോയിട്ടില്ല, പക്ഷേ ആശയങ്ങൾ കൊണ്ട് വളരെ ശക്തമായ, താനൊരു രാഷ്ട്രീയം കൂടെ കൈമുതലായിട്ടുള്ള കലാകാരനാണ് എന്ന രീതിയിൽ അദ്ദേഹം മണ്ഡലത്തിൽ ഒരു സ്ഥാനം ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അത് കേരളത്തിൽ അത് ഇന്ന് പിടിച്ചതല്ല. എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് അദ്ദേഹം ഈ കോൺഗ്രസ്സുകാരോടൊപ്പം നടന്ന് ആ രാഷ്ട്രീയം പറയുമ്പോൾ VIP-കൾക്കൊക്കെ വേണ്ടി രാഷ്ട്രീയ പ്രസ്താവനകൾക്കായിട്ട്, രാഷ്ട്രീയ പ്രചരണത്തിനായിട്ടൊക്കെ അദ്ദേഹം പോയപ്പോഴൊക്കെ അദ്ദേഹം കേരള രാഷ്ട്രീയം നന്നായി മനസ്സിലാക്കിക്കൊണ്ട് CPM-ൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടാനും ഒക്കെ അദ്ദേഹം വളരെയധികം ഭംഗിയായിട്ട് തൻ്റെ വാക്കുകൾ, ആശയങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ശ്രീത് പണിക്കർ, കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ഒരു വോട്ട് എന്ന രീതിയിലുള്ള പ്രചാരണമായിരുന്നു. ഇത്തവണ പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നില്ല. അവിടെ ചെന്നപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്, ഷാഫിക്ക് ഒരു വോട്ട് എന്നുള്ള ആ ഒരു നെഗറ്റീവിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. പക്ഷേ ഷാഫിയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിലുള്ള ഇമേജ് ഉണ്ടല്ലോ അവിടെ, ഇല്ലേ? അത് ഗുണം ചെയ്യുകയല്ലേ ഉള്ളൂ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിന് അവിടെ പൊതുവെ വലിയ സ്വീകാര്യതയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. അവിടുത്തെ അഗ്രഹാരങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഉണ്ട് എന്നുള്ളതിനെ പറ്റി പാലക്കാട് അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാർക്കറിയാം. അതുകൊണ്ട് ഷാഫി അവിടെ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ പ്രതിനിധിയൊന്നുമല്ല. അദ്ദേഹത്തിന് എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാണ്. എല്ലാ ആൾക്കാരോടും വളരെ സ്നേഹത്തോടുകൂടി, സൗഹൃദത്തോടുകൂടി പെരുമാറുന്നയാളാണ്. വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു നേതാവാണ്. ആ നിലയ്ക്ക് ആ ഒരു പേരും ആ ഒരു രീതിയും എല്ലാം തന്നെ അദ്ദേഹം സ്വന്തമായിട്ട് അവിടെ ഉണ്ടാക്കിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന സമയത്ത് ഒരു രീതിയിലത്തേക്കുള്ള ഒരു നെഗറ്റിവിറ്റി അത് കൊണ്ടുവരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ്. അതല്ല എങ്കിൽ ഷാഫിയുടെ സുഹൃത്ത് അല്ലെങ്കിൽ ഷാഫിയോടൊപ്പമുള്ളയാൾ എന്ന രീതിയിലത്തേക്കുള്ള ഒന്നും തന്നെ ഒരു നെഗറ്റിവിറ്റി ഒന്നുമല്ല. ഇപ്പോൾ നമുക്കറിയാം, ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ഏതൊക്കെ രീതിയിൽ അദ്ദേഹത്തിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്രമണം, പദ്ധതികൾ, ഇതൊക്കെ തന്നെ CPM-ൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ശരിയായ രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് നടക്കേണ്ടിയിരുന്ന സ്ഥലത്ത് CPM-ന് കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി KK ശൈലജ നിൽക്കുന്ന സമയത്ത് പോലും അനാവശ്യമായിട്ടുള്ള ചില വിവാദങ്ങളും കാഫിർ സ്ക്രീൻഷോട്ടും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതും അദ്ദേഹത്തിന് ഏത് രീതിയിലത്തേക്കാണ് ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടന്നത് എന്നതിനെക്കുറിച്ച് അറിയാം. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് ആ ഒരു രീതിയിലൊന്നും തന്നെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇവരെല്ലാവരും തന്നെ എപ്പോഴും ഇങ്ങനെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഇതൊക്കെ തന്നെ നിങ്ങൾ നേരത്തെ അറിഞ്ഞില്ലേ, ഇദ്ദേഹവും നേരത്തെ അറിഞ്ഞിട്ടാണ്, ഇദ്ദേഹം ഇതിൽ പങ്കാളിയാണ് എന്ന മട്ടിലുള്ള ചില ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായി എന്നതിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പേര് അതിനെ ചീത്തയാക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരോട് വലിയ സൗഹൃദം സൂക്ഷിക്കുന്ന രമേശ് പിഷാരടിക്കും അദ്ദേഹത്തിൻ്റെ ആ ഒരു കേഡറിലുള്ള ഒരാൾ തന്നെയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു അഡ്രസ്സ് അവിടെ കിട്ടുക എന്ന് പറയുന്നത് ഒരു തരത്തിലും പൊളിറ്റിക്കലി അദ്ദേഹത്തിന് ബാക്ക്ഫെയർ ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെറ്റുകളെയോ അല്ലെങ്കിൽ അദ്ദേഹം നേരിടുന്ന നടപടിക്രമങ്ങളെയോ നിയമത്തിൻ്റെ നടപടികളെയോ ഒന്നും തന്നെ ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുകയാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം ഒരു ഘട്ടത്തിലും രമേശ് പിഷാരടി കൊടുത്തിട്ടുമില്ല. വ്യക്തിപരമായിട്ടും അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയാണ് നടക്കുന്നത്. അതല്ലാതെ ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരാളിൻ്റെ മാത്രമുള്ള ഒരു അഡ്രസ്സിൽ എന്ന രീതിയിലത്തേക്കല്ല. അങ്ങനെ മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പല്ല ഇത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. കാരണം അടുത്ത ഒരു ഫുൾ ടൈമിലേക്ക് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ്, ഏറ്റവും വലിയ രീതിയിലത്തേക്കുള്ള മത്സരം നടക്കുന്ന, BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലം. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം അവിടെ കോൺഗ്രസിനുണ്ട്. അതല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് വേണമെങ്കിൽ അവിടെ തന്നെയുള്ള ഏതെങ്കിലും ഒരു സീസൺഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ബഡ്ഡിംഗ് പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഒരാളിനെ അവിടെ കൊണ്ടു നിർത്താമായിരുന്നു. പക്ഷേ അതിനല്ല പോയത്. അങ്ങനെ ഒരാളിനെ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിനെ ഒക്കെ മാറ്റി വെച്ചിട്ട് കുറച്ചുകൂടി എല്ലാവർക്കും അറിയാവുന്ന, പൊളിറ്റിക്കലായിട്ടുള്ള ഒരു തരത്തിലുള്ള ബാഗേജും ഇല്ലാത്ത ക്ലീൻ ഇമേജ് ഉള്ള ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം. ഒരുപക്ഷെ രമേശ് പിഷാരടി മത്സരിക്കേണ്ടിയിരുന്നത്, അതർവൈസ് അദ്ദേഹം മത്സരിക്കേണ്ടിയിരുന്നത് തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ്.
പക്ഷേ മറ്റ് പല പരിഗണനകൾ, സാമുദായിക സമവാക്യങ്ങൾ, ഇതൊക്കെ തന്നെ പരിഗണിച്ചിട്ടാണ് അവസാനം അദ്ദേഹത്തിന് തൃപ്പൂണിത്തുറ സീറ്റ് പോലും കിട്ടാതിരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ അദ്ദേഹം മത്സരിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ പാട്ടും പാടി അദ്ദേഹത്തിന് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടി ശ്രമകരമാകുന്ന ഒരു മത്സരത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ള വ്യത്യാസം മാത്രമാണുള്ളത്. അപ്പോൾ അതിൽ അദ്ദേഹം ജയിക്കുമോ അതോ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമോ എന്നുള്ളതെല്ലാം തന്നെ അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രകടനത്തിനെ ആസ്പദമാക്കിയിരിക്കും. തന്നെയുമല്ല, അവിടെ നടക്കാൻ പോകുന്നത് ഇടത് സ്ഥാനാർത്ഥി നിൽക്കുന്നത് അദ്ദേഹം ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ആയതുകൊണ്ട് മുസ്ലിം വോട്ടുകളെ അദ്ദേഹം ഏകോപിപ്പിക്കുമോ അതോ മുസ്ലിം വോട്ടുകൾ ഒരു BJP വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് പോകുമോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ രീതിയിലത്തേക്കുള്ള ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട് വന്നാൽ പാലക്കാട് മണ്ഡലത്തിലെന്നല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പല മണ്ഡലങ്ങളിലും CPMന്റെയും BJPയുടെയും ശക്തരായിട്ടുള്ള ആൾക്കാരെ മറിച്ച് ഇടുന്നതിനും ഭരണത്തിലേക്ക് വരുന്നതിനും കോൺഗ്രസിന് സാധിക്കും. പക്ഷെ അതിന് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല, എല്ലായിടത്തും ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ അവർക്ക് അനുകൂലമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കിനിയും കാത്തിരിക്കാം. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇപ്പോൾ താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഈ വോട്ട് കണക്കുകൾ വെച്ച് താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? എത്ര വോട്ടുകൾ വരെ സമാഹരിക്കുവാൻ ഓരോ മുന്നണികൾക്കും കഴിയും? ഈ NMR റസാഖ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി 30,000-ന് താഴെ വോട്ടുകളിലേക്ക് പോകുമോ? അങ്ങനെയുള്ള ഒരു വിലയിരുത്തൽ താങ്കൾക്കുണ്ടോ? ഞാൻ കരുതുന്നത് NMR റസാഖിന് മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. പക്ഷേ SDPIയുടെ കേഡർ വോട്ടുകൾ അവർ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും, അവരുടെ വോട്ടുകൾ പിടിക്കാൻ പറ്റും. പക്ഷേ മറുവശത്ത് NMR റസാഖിന് CPMന്റെ മുഴുവൻ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ള ചെറിയൊരു സംശയം എനിക്കുണ്ട്. അങ്ങനെ വന്നാൽ ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് ആയിരിക്കില്ല പോകുന്നത്, കൂടുതലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയിലേക്കായിരിക്കും പോകുന്നത്. കുറച്ച് കോൺഗ്രസിലേക്ക് പോകാനും സാധ്യതയുണ്ട്. കാരണം സാധാരണ ആൾക്കാർ എന്ന് പറയുന്നത് അവരുടെ സ്വിങ് ഈ പൊളിറ്റിക്കൽ ആയിട്ട് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റ് പല പരിഗണനകളും ഉണ്ടാകും അവർക്ക്. ഇപ്പോൾ പിഷാരടിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ചില ആൾക്കാരെങ്കിലും ഉണ്ടാകും, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രന് വ്യക്തിപരമായി താല്പര്യമുള്ള എന്നാൽ CPM അനുഭാവികളായിട്ടുള്ള ആൾക്കാരും ഉണ്ടാകും. അങ്ങനെയുള്ള പല ധ്രുവീകരണവും അവിടെ ഉണ്ടാവും അവസാനം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ഈ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ അല്ലെങ്കിൽ 2021-ൽ ഈ ശ്രീധരനും ഷാഫി പറമ്പിലും മത്സരിച്ച ആ തെരഞ്ഞെടുപ്പ് പോലെ അത്രയും ക്ലോസ് ആകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ തവണ CPMന് വോട്ട് കൂടുതൽ കിട്ടിയെന്ന് മഞ്ജുഷ് പറഞ്ഞല്ലോ, പക്ഷേ അത് അബ്സല്യൂട്ട് നമ്പേഴ്സാണ്. അത് പെർസെൻറ്റേജ് നോക്കിയാൽ കഴിഞ്ഞ തവണ അവിടെ സരിന് കിട്ടിയ വോട്ട് അതിന് മുൻപത്തെ തവണ കിട്ടിയ വോട്ടിനേക്കാൾ ശതമാനക്കണക്ക് വെച്ചാൽ കുറവാണ്. അപ്പോൾ CPMന് അവിടെ കൺസിസ്റ്റൻ്റ്ലി വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലാണ്. അവിടെ പാലക്കാട് ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ അവിടെ ലോക്സഭയിലേക്കൊക്കെ അതിൻ്റെ പാറ്റേണിൽ വ്യത്യാസമുണ്ട്. പക്ഷേ അവിടെ നിയമസഭയിലേക്ക് NN കൃഷ്ണദാസ് 3ാം സ്ഥാനത്തേക്ക് 2016-ൽ പോയതിന് ശേഷം NN കൃഷ്ണദാസ് എന്ന് പറയുന്നത് വലിയൊരു സീനിയറായിട്ടുള്ള നേതാവാണ്. അദ്ദേഹം അച്യുതാനന്ദൻ പക്ഷക്കാരനായിരുന്നു. സീനിയറായിട്ടുള്ള 3 തവണ പാലക്കാട് MP ആയിട്ടുള്ള ഒരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം അവിടെ 3ാം സ്ഥാനത്ത് 2016-ൽ പോയതിന് ശേഷം അവിടെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPMന്റെ വോട്ടുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് 2021-ലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആ ഒരു രീതിയിലുള്ള അതിൻ്റെ ഒരു മറ്റൊരു ഉദാഹരണമായിരിക്കും. അത് അവസാനത്തെ പഞ്ചായത്ത് അല്ലെങ്കിൽ ഇപ്പോൾ പിരായരി പഞ്ചായത്ത്, മാത്തൂര്, അവിടെയൊക്കെ എണ്ണുമ്പോഴായിരിക്കും ഇതിൻ്റെ ഒരു കൃത്യമായി ഈ മുനിസിപ്പാലിറ്റിയിലെ വോട്ടുകൾക്കപ്പുറം BJPക്ക് ആ പഞ്ചായത്തുകളിൽ വോട്ട് സമാഹരിക്കാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ഇതിൻ്റെ അകത്തെ അവസാനം ജയവും പരാജയവും നിർണ്ണയിക്കാൻ പോകുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ MS വേണുഗോപാൽ, താങ്കളുടെ ഒരു വിലയിരുത്തലിൽ എത്ര വോട്ടുകൾ വരെ ഓരോ മുന്നണിക്കും കിട്ടിയേക്കാം പാലക്കാട്? പാലക്കാടത്തെ ഇപ്പോഴത്തെ അവസ്ഥയിൽ CPMന് ഏറ്റവും ഗതികെട്ട ഒരു വോട്ടായിരിക്കും വരാൻ പോകുന്നത്. 35,000-ന് താഴെ വരാനേ സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ നേരത്തെ ശ്രീ കൊച്ചുകൂടി പറഞ്ഞ പോലെ ഇതൊരു സ്ട്രെയിറ്റ് കോൺടെസ്റ്റിലേക്ക് പോകാം. അതൊരു ഫോട്ടോ ഫിനിഷിങ്ങിൽ വന്ന് അവസാനിക്കാനാണ് സാധ്യത. അപ്പോൾ ഇതിൽ LDF ആണോ, ഇതിൽ BJP ആണോ, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനാണോ, രമേശ് പിഷാരടി ആണോ ജയിക്കുക എന്നുള്ളത് മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് നിർണായകമാകുക. പാലക്കാട് അതുപോലെ തന്നെ പാലക്കാട് എന്ന് പറഞ്ഞ മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് മാക്സിമം വോട്ടുകൾ സ്കോർ ചെയ്യാൻ കഴിയുകയും കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലെ CPM കോൺഗ്രസ് വോട്ടുകളിൽ ചിലതുകൂടി ശോഭാ സുരേന്ദ്രന് തൻ്റെ ശോഭ കൊണ്ട് നേടിയെടുക്കാൻ കഴിയുകയും ചെയ്താൽ മാത്രമേ ഈ ടൈറ്റ് ഫൈറ്റിലേക്ക് പോകാൻ കഴിയൂ. കാരണം കഴിഞ്ഞ തവണത്തെ പോലുള്ള 40,000-ൽ നിന്ന് കൊണ്ടുള്ള ഒരു കളി ഇത്തവണ നടക്കില്ല. എന്തായാലും ഒരു 55,000-ന് മുകളിൽ ഒരു വോട്ട് വരുന്ന സാഹചര്യം വന്നാൽ BJPക്ക് വരികയും ഒരു 55 അല്ല ശരിക്കും 58 വന്നില്ലെങ്കിൽ
അവിടെ ഒരു ഫൈറ്റിനുള്ള ചാൻസ് കുറയും. അപ്പോൾ ഒരു 18,000 20,000 വോട്ട് അങ്ങനെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ശോഭയ്ക്ക് കൂടുതലായിട്ട് ആ മണ്ഡലത്തിൽ പിടിക്കേണ്ടതായിട്ട് വരും. ആ വോട്ടുകൾ പിടിക്കാനായിട്ടുള്ള തന്ത്രങ്ങൾ എത്രത്തോളം ഭംഗിയായിട്ട് പോകുന്നു, അതുപോലെ ഇൻഹൗസ് ഫൈറ്റ് എത്രത്തോളം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരു വോട്ടറാണ്. അപ്പോൾ എനിക്ക് കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ വന്നപ്പോഴത്തെ അവസ്ഥ അറിയാം. ശരിക്കും പറഞ്ഞാൽ കടകംപള്ളിയുടെ കൂടെ നിന്നവർ 2021 അല്പം ഒന്ന് പതറിയതാണ്. ശോഭാ സുരേന്ദ്രൻ വന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ശോഭയ്ക്ക് വി മുരളീധരൻ അതിനു മുമ്പ് നേടിയ 42,700 ചിലവാന വോട്ട് പിടിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് 40,000-ൽ അത് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച ഈ അടുത്ത കാലത്ത് മത്സരിച്ചതിൽ എവിടെയെങ്കിലും അവർക്ക് വോട്ട് കൂടുതൽ നേടാതെ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് കഴക്കൂട്ടത്ത് മാത്രമായിരുന്നു. അപ്പോൾ അതുപോലുള്ള അതും ഇതുപോലത്തെ ചില കളികൾ ഈ മണ്ഡലത്തിൽ നടന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ളത് വരാതിരിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് ഇപ്പോൾ തന്നെ കേന്ദ്ര നേതൃത്വം വളരെ സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശോഭയ്ക്ക് ജയിക്കാൻ ഇപ്പോൾ 10-9 തവണ അടുപ്പിച്ച് മത്സരിച്ച് പല മണ്ഡലങ്ങളിലും വലിയ റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടും അവർക്ക് അസംബ്ലിയിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അല്ലെങ്കിൽ പാർലമെൻറ്റിലെത്താൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ട് കേന്ദ്ര നേതൃത്വം പോലും ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് നല്ലൊരു മണ്ഡലം കൊടുക്കണം, അവിടെ എല്ലാവരും അവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യണമെന്ന്. ഒരു പക്ഷേ അമിത്ഷാ അടക്കമുള്ളവർ എനിക്ക് തോന്നുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ പാലക്കാട്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന പല സംഭവങ്ങളിലും ഒരു റിവ്യൂവിന് പോലും തയ്യാറാകും. ശോഭയ്ക്ക് അതൊക്കെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള കഴിവും ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ശരി, ശ്രീ ശ്രീത് പണിക്കർ, എ ക്ലാസ് മണ്ഡലങ്ങൾ ബി ജെ പിയുടെ, അതിൽ 1-ാം സ്ഥാനം താങ്കൾ പാലക്കാടിന് കൊടുക്കുമോ അതോ നിയമത്തിന് തന്നെയാണോ? അല്ല, നിലവിലത്തെ സാഹചര്യത്തിൽ അവരുടെ എ ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് അതിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് നിയമം തന്നെയാണ്, പാലക്കാടല്ല. മറ്റു പല കാരണങ്ങളുണ്ട്. ട്രഡീഷണലായിട്ട് വന്നിരിക്കുന്ന വളർച്ച, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം കുറഞ്ഞു പോയി എങ്കിൽ പോലും ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം, അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിയമമാണ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണ്ഡലം. തന്നെയുമല്ല, അവിടെ രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കുന്നുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നല്ല സ്ഥാനാർത്ഥി ആണെങ്കിൽ പോലും അതൊരു ഡയറക്റ്റ് ഫൈറ്റാണ് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ളത് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് BJP ഉദ്ദേശിക്കുന്ന റിയലിസ്റ്റിക് പോസിബിലിറ്റി എന്ന രീതിയിലത്തേക്ക് അവർ ചിന്തിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാമത് ഇപ്പോഴും നിയമം തന്നെയാണ്. പക്ഷേ ആദ്യത്തെ ഒരു 4-5 മണ്ഡലങ്ങൾ പരിഗണിച്ചു കഴിഞ്ഞാൽ അതിൽ നിശ്ചയമായിട്ടും ആദ്യത്തെ ഒരു 4 മണ്ഡലങ്ങൾ പരിഗണിച്ചാൽ അതിലൊന്ന് പാലക്കാടാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും എന്തായാലും പാലക്കാട് ഏറെ ചർച്ചാ വിഷയമാകുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിയെ BJPയുടെ പ്രവർത്തകർ തടഞ്ഞത് അത് വലിയ വിവാദ വിഷയമായി മാറുന്നുമുണ്ട്. ഇക്കാര്യവും ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കാണേണ്ടതാണ്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: പാലക്കാട് താമര വിരിയുമോ?